നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ഹിന്ദി പാഠപുസ്തകത്തിലെ വളരെ മനോഹരമായൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ കവിത എഴുതിയത് പ്രശസ്ത കവിയായ കേദാർനാഥ് അഗർവാളാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന ഈ കവിത കർഷകന്റെ കഠിനാധ്വാനത്തെയും ഭൂമിയുമായുള്ള അവന്റെ അവിഭാജ്യ ബന്ധത്തെയും വാഴ്ത്തുന്ന ഒന്നാണ്. കർഷകൻ തന്റെ കാളകളുടെ തോളിൽ തന്റെ ഭാഗ്യത്തിന്റെ നുകം വെച്ചു കൊടും മഴയിലും കടുത്ത വെയിലിലും രക്തമൂറ്റിക്കുടിക്കുന്ന കാറ്റിലും കഷ്ടപ്പെട്ട് മണ്ണിൽ ആഴത്തിൽ ഉഴുതുമറിക്കുന്നു. അവൻ പാടത്ത് വളം ചേർത്ത് പുതിയ വിളകൾക്കുവേണ്ടി വിത്തു വിതയ്ക്കുന്നു. ഈ കഠിനാധ്വാനത്തിന്റെ ഫലമായി ധാരാളം ധാന്യങ്ങൾ കുന്നുകൂടുന്നു. കവി ഉറപ്പിച്ചു പറയുന്നു, ഈ ഭൂമി രാജാവിന്റേതോ ദരിദ്രന്റേതോ അല്ല, കർഷകന്റേതും മാത്രമാണ്. കർഷകൻ മണ്ണിനെ പൂർണ്ണമായി അറിയുന്നവനാണ്. മണ്ണിനോടൊപ്പം അവൻ സ്വയം ഉരുകിത്തീർന്നും മരിച്ചും ജീവിതം മുഴുവൻ ഹോമിച്ചും അവന്റെ ശരീരത്തിന്റെ വളം മണ്ണിൽ ചേർത്തതിന് ജീവനോടെ നിലനിർത്തുന്നു. മണ്ണിൽ സ്വർണത്തിന്റെ സ്വപ്നം അഥവാ സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നവൻ അവൻ മാത്രമാണ്. കവിതയിൽ കർഷകന്റെ ത്യാഗവും അവന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി രാജ്യത്തുണ്ടാകുന്ന സമൃദ്ധിയും വ്യക്തമാക്കുന്നു. ഇനി കവിതയുടെ വരികൾ മലയാളത്തിൽ നോക്കാം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകന്റേതാണ്. ജോ ബൈലോം കെ കന്ധോം പർ. കാളകളുടെ തോളുകളിൽ. ജുവാ ഭാഗ്യ കാ രഖ് ദേത്താ ഹേ. തന്റെ ഭാഗ്യത്തിന്റെ നുകം വെച്ചുകൊടുക്കുന്നവൻ. ബർസാത് ഘാം മേം. മഴലിലും കടുത്ത വെയിലിലും. ഖൂൻ ചാർത്തി ഹുയി വായുമേം. രക്തമൂറ്റിക്കുടിക്കുന്ന അഥവാ വറ്റിക്കുന്ന കാറ്റിലും. പേനി കുസി ഖേത് കെ ഭീതർ. മൂർച്ഛയേറിയ കലപ്പ വയലിനുള്ളിൽ. ദൂർ കലേജേത്ത് പ്ലേജാക്കർ. ആഴത്തിൽ ഹൃദയം വരെ കൊണ്ടുപോയി. ജോത് ഡാൽത്താ ഹേ മിട്ടീക്കോ. മണ്ണിനെ ഉഴുതുമറിക്കുന്നു. പാൻസ് ഡാൽക്കർ. വളം ചേർത്ത്. ഓർ ബീജ് ഫിർ ബോ ദേത്താ ഹേ. വീണ്ടും വിത്ത് വിതയ്ക്കുന്നു. ഢേർ അന്ന കാ ലഗ് ജാത്താ ഹേ. ധാന്യത്തിന്റെ കൂമ്പാരമുണ്ടാക്കുന്നു. നഹീം രാവ് കി നഹീം റംഗ് കി. രാജാവിന്റേതുമല്ല ദരിദ്രന്റേതുമല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി. ഭൂമി കർഷകന്റേതു മാത്രമാണ്. ജോ മിട്ടി കാ പൂർണ്ണ പാരഖി. ആരാണോ മണ്ണിനെ പൂർണ്ണമായി അറിയുന്നവൻ. ജോ മിട്ടി കെ സംഗ് സാഥി. ആരാണോ മണ്ണിനോടൊപ്പം തന്നെ. തപ്കർ ഗൽക്കർ മർക്കർ. ഉരുകിയും അലിഞ്ഞും മരിച്ചും. ഖപാ രഹാ ഹേ ജീവൻ അപ്ന. തന്റെ ജീവിതം ഹോമിക്കുന്നത്. ദേഖ് രഹാ ഹേ മിട്ടി മേ സോനേ കാ സപ്ന. മണ്ണിൽ സ്വർണത്തിന്റെ അഥവാ സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നത്. അപ്നെ തൻ കി ഖാദ് മിലാക്കർ. തന്റെ ശരീരത്തിന്റെ വളം ചേർത്ത്. മിട്ടി കോ ജീവിത് രഖ്താ ഹേ. മണ്ണിനെ ജീവനോടെ നിലനിർത്തുന്നു. ഖുദ് ജീതാ ഹേ. സ്വയം ജീവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കവിതയുടെ രചയിതാവായ കേദാർനാഥ് അഗർവാൾ സാധാരണക്കാരുടെ ജീവിതത്തിലെ ആഴമേറിയതും വ്യാപകവുമായ സംവേദനശീലതയെ തന്റെ കവിതകളിലൂടെ തുറന്നുകാട്ടി. കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രകടമാണ്. പ്രധാന കൃതികൾ: ഫൂൽ നഹീം രംഗ് ബോൽത്തെ ഹേ, അപൂർവ്, പെഹ്ലാ പാനി, മസ്ദൂർ കാ ജന്മ, ബസന്തി ഹവ, ആജ് നദി ബിൽക്കുൽ ഉദാസ് ഥി. ലഭിച്ച പുരസ്കാരങ്ങൾ: സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം, സാഹിത്യ അക്കാദമി പുരസ്കാരം, മൈഥിലി ശരൺ ഗുപ്ത് പുരസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.